നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് റിക്വസ്റ്റ് പ്രകാരം ഒനിഗിരി ഒരു കൊറിയൻ ഡിഷാണ്. ഒനിഗിരി ഏതാ പെഡിഗിരി ഏതാന്ന് അറിയുന്ന ഈ ബക്ക സാധനത്തിനെ കൂട്ടിയിട്ടാണ് ഞാൻ പോണത്. പെഡിഗിരി അല്ല ഒനിഗിരി. പട്ടിക്ക് കൊടുക്കുന്ന പെഡിഗിരി ഏതോ ഒനിഗിരി ഏതാന്ന് അറിയാത്ത സാധനത്തിനും കൂടി നേരെ 7 ലെവലിലേക്കും പോയി അവിടുത്തെ എൻ്റെ കണ്ണിൽ പെട്ട പറഞ്ഞപ്പോൾ ഒരു ലോഡ്സ് ഓഫ് തിങ്സ് ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ കണ്ണിൽ പെട്ടത് ഒനിഗിരി എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ റിക്വസ്റ്റ് പ്രകാരമുള്ള ഈ സാധനമായിരുന്നു. നാട്ടിൽ ഏകദേശം 55 രൂപയുടെ സാധനവുമായിരുന്നു. സംഭവം എന്തായാലും എൻ്റെ കുഴി ഞാൻ തന്നെ കുഴിക്കണമെന്ന് അറിയാതെ സാധനവും വാങ്ങി നേരെ ഓവനിലേക്ക് എടുത്ത് വെക്കും ചെയ്തു. ആ സാധനം ചൂടാക്കി ഞാൻ എടുത്ത് എൻ്റെ കയ്യിൽ പിടിക്കും ചെയ്തു. ഈ സാധനം തുറന്നപ്പോൾ തന്നെ അതിൻ്റെ ഒരു മണം അടിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ച പടത്തിന് സ്പോട്ടിൽ എൻ്റെ മനസ്സിൽ വന്ന ഹൈവാൻ ഹിദുൽ ഹിബ്രലക്ക എന്നുള്ള ആ സാധനമാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. സംഭവം കാണാൻ നല്ല ഋത്തിക് റോഷനെ പോലെ ബ്യൂട്ടിഫുൾ ആണെങ്കിലും സംഭവം മണത്ത് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ചത്തുപോയ മത്തി വരെ നീറ്റ് എന്ന് മോന്തക്കടിക്കുന്നു പറഞ്ഞ അവസ്ഥയായിരുന്നു. എന്തായാലും സംഭവം ഒന്ന് കഴിച്ചു നോക്കിയപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ അടുത്ത സംഭവം ഞാൻ ട്രൈ നോക്കുന്നതാണ്. പക്ഷേ ഇങ്ങനത്തെ സാധനം പറയുന്നത് 10 ദിവസം മുന്നേ ചത്തൊരു മീനെടുത്ത് വായിക്കിട്ട് എങ്ങനെയുണ്ടോ ആ അവസ്ഥയായിരുന്നു. എന്നിട്ട് വെള്ളം കുടിച്ചിട്ട് എങ്ങനെയൊക്കെ ഇറങ്ങാന്ന് വിചാരിച്ചപ്പോൾ ശരിക്കും പറഞ്ഞ സത്യം പറഞ്ഞ ഛർദ്ദിക്കാൻ വന്നു. കണ്ണ് നിറഞ്ഞിരിക്കുന്ന ആനന്ദ കണ്ണീരും കൊണ്ടല്ലേ വാള് വെക്കാൻ തോന്നിയിട്ടാണ്. ഈ കുരിപ്പിനെ കെട്ടുന്ന ആൾ എന്തായാലും രക്ഷപ്പെട്ടു. എന്ത് കൊടുത്താലും തിന്നോളൂ എന്ന് പറഞ്ഞത് ഇതാണ്. ഒരു വികാരം ഇല്ലാതെ അയവിറക്കി ചവയ്ക്കുന്നുണ്ടായി എന്തോ ചെയ്യൂന്ന് പറഞ്ഞ് നോക്കണേ.